നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഞാനും നിങ്ങളും എല്ലാം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ടീസർ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഇനി 1 മിനിറ്റും 25 സെക്കൻഡേ ഉള്ളൂ ടീസർ വരാനായിട്ട്. എന്തായിരിക്കും ടീസർ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ, അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്തുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, സ്റ്റോറി ഡോക്ടർ രാജൻ, സ്ക്രീൻ പ്ലേ ഡയലോഗ് രാജൻ, സൂരജ് രാജൻ, ഗൗതം വാസുദേവൻ മേനോൻ, DOP വിഷ്ണു, മ്യൂസിക് ദർബുക ശിവ. എന്തായാലും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക മലയാളത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറുമായിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. ഇതിനകത്ത് ഡിറ്റക്റ്റീവിന്റെ റോളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് എന്നുള്ളത് ടീസർ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ, 23 സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഓൾറെഡി ഇപ്പൊ തന്നെ 3K നോക്കിയേ, ഇപ്പൊ തന്നെ ആൾക്കാർ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എന്താണ് എന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് 6, 5, 4, 3, 2, 1. സർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അയാൾ വയലന്റായി നമ്മളെ ഉപദ്രവിക്കാൻ വല്ലതും വന്ന? മാക്സിമം അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഫസ്റ്റ് മൂവ്മെന്റ് ഏകദേശം ഒരു ലെഫ്റ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടു. നെഞ്ചിന്റെ കീഴെ ഒരു പഞ്ച്, വാള് കുനിയും, ഇങ്ങനെ വളയും. വളയുമ്പോ ഒട്ടുകൊണ്ടൊരു ചാൻപ് പൊന്തി വരും. 2 കൈയും പിടിച്ച് ചെവിക്കിട്ടു, കണ്ണിൽ പൊന്നി വെച്ച് പറക്കും. ഒരു റൈറ്റ് പഞ്ച്, അപ്പർ കട്ട്, പിന്നെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഒരു കഴിയും. മനസ്സിലായി? മനസ്സിലായി. സാറൊന്ന് വീട്ടിൽ വന്നവരെയും ഇതുപോലെയൊക്കെയാണോ? അവർ വെറും ഗുണ്ടകളല്ലേടാ. ഫൈറ്റ് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല, സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞാൻ മാനേജ് ചെയ്തു. ഇവൻ വെറും മൊണ്ണ, നിനക്ക് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താ തോന്നിയത് ടീച്ചർ കണ്ടപ്പോഴത്തേക്കും? ചെറിയൊരു ടീച്ചർ, ഏതാണ്ട് 30 സെക്കൻഡിൽ താഴെ ഉള്ളൂ. ടീച്ചറിനകത്ത് ഉടനീളം മമ്മൂക്കായും ഗോകുൽ സുരേഷും തന്നെയാണ്. മമ്മൂക്കായെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിലാണ് ഗോകുൽ സുരേഷ് ഇതിനകത്ത് എത്തുന്നത്. മലയാളത്തിൽ ഗൗതം വാസുദേവൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ BGM-ഉം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മമ്മൂക്കാടെ എനിക്ക് തോന്നുന്നത് കോമഡി ജോണർ ആണോ അത് ഇൻവെസ്റ്റിഗേഷൻ ആണോ, എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ടീച്ചർ കണ്ടിട്ട്. ട്രെയിലറും കൂടെ വന്നാലേ ഒരു പക്ഷേ ചിലപ്പം സിനിമയുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പിടി കിട്ടത്തുള്ളൂ. എന്തായാലും മമ്മൂക്കാടെ ലുക്കൊക്കെ അതിനകത്ത് നന്നായിട്ടുണ്ട്. താടിയൊക്കെ വെച്ചിട്ട് ഗോകുൽ സുരേഷും മമ്മൂക്കായും തമ്മിലുള്ള സീനാണ്. ഇങ്ങനെ ഇടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ടീച്ചർ കൊള്ളാം. ഏതാണ്ട് 30 സെക്കൻഡിലേ ഉള്ളൂ. അപ്പൊ 30 സെക്കൻഡ് ടീച്ചർ കണ്ടിട്ട് നമുക്ക് സിനിമയെ കുറിച്ചിട്ട് വിലയിരുത്താനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, പേരിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി, ഒരു വ്യത്യസ്തതയുണ്ട് സിനിമയുടെ. നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. പിന്നെ ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ഇത് ഏതൊരു ജോണറിൽ പെട്ടിട്ടുള്ള സിനിമ ആണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടില്ല. എന്തായാലും അതിന്റെ മ്യൂസിക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സീനും നന്നായിട്ട് വന്നിട്ടുണ്ട്. മമ്മൂക്കായും ഗോകുൽ സുരേഷും കോമ്പിനേഷൻ സീൻ ചെയ്യുന്ന സിനിമ ആദ്യത്തെ സിനിമ ഇതാണ്. ഇതിനു മുമ്പ് മമ്മൂക്കായും ഗോകുൽ സുരേഷും ചെയ്തിട്ടുള്ള മാസ്റ്റർ പീസ് എന്ന സിനിമയിലാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സീനൊന്നും ആ സിനിമയ്ക്കകത്ത് ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. സിനിമ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. കാരണം ഗൗതം വാസുദേവൻ മേനോനും മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാൻഡഡ് കമ്പനിയായിട്ട് മാറി. കാരണം മമ്മൂട്ടി കമ്പനി ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റ് നേടിയ സിനിമകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്കും വലിയ പ്രതീക്ഷ ആരാധകർ വെക്കുന്നത്. തീർച്ചയായിട്ടും ഇതും വലിയൊരു വിജയം തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എന്തായാലും ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ അറിയിക്കുക. ടീച്ചർ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ടീച്ചറാണ്, ഒരു 10-20 സെക്കൻഡ് മാത്രം ഉള്ളൊരു ടീച്ചറാണ്. എന്തായാലും കാത്തിരിക്കുക അല്ലേ. കാത്തിരുന്ന്
ട്രെയിലറും കൂടെ വരട്ടെ, ട്രെയിലറും കൂടെ വന്ന് ഇതിന്റെ സിനിമയുടെ അപ്ഡേഷനും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ലെവല് നമുക്ക് മനസ്സിലാവും. എന്തായാലും വലിയൊരു സംഭവമാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ചെറിയൊരു ടീസർ നമുക്കായി ഗോകുൽ സുരേഷും തമ്മിലുള്ള ചില ഡയലോഗുകൾ മാത്രമേ ഇതിനകത്ത് കാണിക്കുള്ളൂ, വേറെ ഒന്നും തന്നെ ഇതിനകത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പടം നല്ല പടമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നാളെ പുഷ്പ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു റിവ്യൂമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം 4 മണിക്കാണ് പുഷ്പ തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി ബുക്കിങ്ങിൽ തന്നെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് പുഷ്പ നേടിയിരിക്കുന്നത്. ഓക്കെ.